അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പോക്കുവരവ്. എന്താണ് പോക്കുവരവ്? ഈ പോക്കുവരവിൻ്റെ പ്രയാസമുണ്ടായിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്? ഇൻഷാ അല്ലാഹ് അതെല്ലാമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് പോക്കുവരവ്? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും പോക്കുവരവിൻ്റെ പ്രയാസം. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമ്മൾ മഹാന്മാരായ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും സമീപിക്കുന്ന സമയത്ത് അവർ പറയും, നിങ്ങളെ വീട്ടിലുള്ള ഈ പോക്കുവരവിൻ്റെ പ്രയാസമാണെന്ന്. അത് എന്താണ് പോക്കുവരവ്? എങ്ങനെയാണ് ഈ പോക്കുവരവിൻ്റെ പ്രയാസം നമുക്കും നമ്മളെ വീട്ടിലുള്ളവർക്കും ഉണ്ടാകുക? പ്രയാസം എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് പ്രയാസം ഉണ്ടാകുക? ഇൻഷാ അല്ലാഹ് അതെല്ലാമാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ നാമല്ലാതെ മറ്റെല്ലാ ജീവജാലങ്ങളും, നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ മനുഷ്യന്, മൃഗങ്ങൾ, ചെറിയ ചെറിയ നമ്മളെ കണ്ണുകൊണ്ട് പോലും കാണാൻ സാധ്യമല്ലാത്ത ചെറിയ ചെറിയ ജീവികൾ, ബാക്ടീരിയ പോലുള്ള, ഫംഗസ് പോലുള്ള വൈറസുകൾ, അണുക്കൾ, ജിന്നുകൾ, മലക്കുകൾ, നമ്മളെല്ലാം പഠിച്ചതാണ് മലക്കുകൾ. മലക്കുകൾ അല്ലാഹു സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശത്താലാണ്. നമ്മൾ മദ്രസ പാഠങ്ങളിലുമെല്ലാം നമ്മൾ പഠിച്ചതാണല്ലേ. പ്രകാശത്താലാണ് മലക്കുകളെ സൃഷ്ടിക്കപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെയാണ് ജിന്നുവർഗം. ആ ജിന്നുവർഗത്തെ അല്ലാഹു സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്. തീ കൊണ്ടാണ് ജിന്നുവർഗത്തെ സൃഷ്ടിച്ചത്. മലായികത്തീങ്ങൾക്ക് മനുഷ്യരൂപത്തിലേക്ക് പലായനം ചെയ്യാൻ സാധിക്കും. നായാപ്പന്നി പോലുള്ള രൂപത്തിലല്ലാത്ത എല്ലാ രൂപങ്ങളിലേക്കും മലായികത്തിന് പലായനം ചെയ്യാൻ സാധിക്കും. അതുപോലെയാണ് ജിന്നുവർഗം. ജിന്നുവർഗം എല്ലാ രൂപത്തിലേക്കും, നമ്മൾ കാണുന്ന മൃഗങ്ങളുടെ രൂപത്തിലേക്കും, നായ, പന്നി, എല്ലാ രൂപത്തിലേക്കും അവക്കും പലായനം ചെയ്യാൻ സാധിക്കും. ഈ ജിന്നുവർഗത്തിലുള്ള നല്ല ജിന്നുണ്ട്, ചീത്ത ജിന്നുകളുണ്ട്. ആ ചീത്ത ജിന്നിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ശൈത്താൻ, പിശാച് എന്ന് വിളിക്കുന്നത്. ആ ശൈത്താൻ്റെ സാന്നിധ്യം, പിശാചിൻ്റെ സാന്നിധ്യം ഈ ഭൂമിയിലുണ്ട്. ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ, പിശാചിൻ്റെ സാന്നിധ്യം നമ്മൾ വസിക്കുന്ന നമ്മളെ ഭൂമിയിൽ ഉണ്ട്. അത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തും ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് സഹാബത്ത് പറഞ്ഞു, നമുക്കിവിടെ നിസ്കരിക്കാം. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഇന്നഹു വാദി ശൈത്താൻ, ഇത് ശൈത്താൻ്റെ തായ്വാരയാണ്, ഇത് ശൈത്താൻ വസിക്കുന്ന തായ്വാരയാണ്, ഇവിടെ നിസ്കരിക്കണ്ട, നമുക്കൊന്ന് മാറി നിസ്കരിക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് മാറിയിട്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും നിസ്കരിച്ചത്. അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം, ഈ ഭൂമിയിൽ ശൈത്താൻ്റെ വാസസ്ഥലം ഉണ്ട്, ശൈത്താൻ്റെ സഞ്ചാരസ്ഥലം ഈ ഭൂമിയിലുണ്ട് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ വസിക്കുന്ന നമ്മുടെ ഭവനങ്ങൾ ആദ്യകാലങ്ങളിൽ ഇതര മതസ്ഥരുതായിരിക്കും. അവരുടെ ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും അവരുടെ സ്ഥലമായിരിക്കും. ആ സ്ഥലത്തായിരിക്കും നമ്മൾ പെര കെട്ടിപ്പടുക്കുന്നത്. വാസ്തുശാസ്ത്രമൊന്നും നോക്കാതെ നമ്മൾ പെര കെട്ടിപ്പടുക്കും. പിന്നെ നമുക്കതിൽ നിന്ന് പ്രയാസങ്ങളുണ്ടാകും. പിന്നെ നമുക്ക് വീട്ടിൽ പ്രയാസങ്ങൾ, നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ട്, വീട്ടിലെല്ലാവർക്കും രോഗങ്ങൾ,
ആ വീട്ടിലൊരു പ്രയാസം, നമ്മൾ മാറി ജീവിച്ചാൽ മാറി പോയി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ആ വീട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് രോഗങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം, നമുക്കൊരു സുഖമില്ലാതെ, ഒരു മനസ്സമാധാനമില്ല, തലവേദന, ഓരോന്ന് ആലോചിച്ചിട്ടും വളരെ പ്രയാസമാകുകയാണ് വീട്ടിൽ കയറുന്ന സമയത്ത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം ആ വീടിനെന്തോ ഒരു പ്രയാസമുണ്ട്. ആ വീടിന് ശൈത്താനിയത്തിൻ്റെ ഒരു സാന്നിധ്യം ആ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കാം. നമുക്ക് പലവരും വിളിച്ചു പറയുന്നതാണ്, ഉസ്താദേ എനിക്ക് എൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്നവ മാത്രമാണ് ഇത്രയും പ്രയാസങ്ങൾ, അല്ലാത്ത സമയത്തിൽ ഒരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് എനിക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ട്, വീട്ടിലെല്ലാവർക്കും രോഗങ്ങൾ, പ്രയാസങ്ങൾ, പിന്നെ വീട്ടിൽ നിന്നും പല ശബ്ദങ്ങൾ കേൾക്കുക, മുകൾ നിലയിൽ നിന്നും ചങ്ങല വലിച്ച് പോകുന്നതായി ഞാൻ കേൾക്കാറുണ്ട്. ചിലർ പറയുന്നത്, പലരും പലതുമാണ് പറയുന്നത്. മുകളിൽ ആൾതാമസമുള്ളതുപോലെ, മുകളിൽ ആരുമില്ല, ഞങ്ങളെല്ലാം അടിയിലുള്ള റൂമിലാണ് കിടക്കുന്നത്, താഴെയുള്ള റൂമിലാണ് ഞങ്ങളെല്ലാം കിടക്കുന്നത്. പക്ഷെ മുകളിൽ നിന്നും ആൾതാമസം പോലുള്ള ശബ്ദങ്ങൾ രാത്രി സമയത്തിൽ കേൾക്കുന്നു, ചങ്ങല വലിച്ചു പോകുന്നതായി കേൾക്കുന്നു. ചിലർ പറയും പാദസര കിലുക്കം കേൾക്കുന്നു, ബാത്റൂമിൽ നിന്നും ടാപ്പ് തുറന്ന് വെള്ളം പോകുന്നതായി കേൾക്കുന്നു. അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഞങ്ങൾ രാത്രി സമയങ്ങളിൽ ഞങ്ങൾ കേൾക്കുന്നു. ഇതെന്താണ്? പ്രയാസമാണ്. ഇത് പോക്കുവരവിൻ്റെ പൈശാചികമായ പ്രയാസം ഞങ്ങളെ വീട്ടിലുണ്ടോ എന്ന് അവർ ചോദിക്കാറുണ്ട്. ഈ പ്രയാസം വരുന്നത് പിശാചിൻ്റെ ഒരു പോക്കുവരവ്, അതായത് പിശാചിൻ്റെ സഞ്ചാര കേന്ദ്രങ്ങളിൽ നമ്മൾ എന്തെങ്കിലും തടസ്സങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, ആ പിശാച് സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ തടസ്സങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ പിശാചിൻ്റെ ഒരു ഒരു ബുദ്ധിമുട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മൾ വാതിൽ തുറന്നു കഴിഞ്ഞാൽ, നമ്മളെ മുൻവശത്ത് വാതിൽ തുറന്നു കഴിഞ്ഞാൽ, വാതിലും കഴിഞ്ഞ് വീടിൻ്റെ പുറത്തേക്ക് ഒരു വായു, അതായത് എയർ സർക്കുലേഷൻ വേണം. അല്ലെങ്കിൽ വീടിൻ്റെ മുൻവശത്തെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഒരു അടച്ചുറപ്പാണ്, പുറത്തേക്കൊന്നുമില്ല, ഒരു എയർ സർക്കുലേഷൻ ഇല്ലെങ്കിൽ ആ വീട്ടിന് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ വേണ്ടത് ഡോർ ടു ഡോർ എയർ സർക്കുലേഷൻ വേണം, അല്ലെങ്കിൽ വിൻഡോ ടു വിൻഡോ എയർ സർക്കുലേഷൻ വേണം. ചില ആശാരിമാർ പറയാറുണ്ട് സൂത്രം വേണമെന്ന്. കാരണം അതായത് ചെറിയ ഓട്ടകൾ, ചെറിയ ഹോൾസ് നമ്മൾ വീട്ടിൽ ഇടാറുണ്ട്. അതായത് എയർ സർക്കുലേഷന് വേണ്ടിയാണ്. അതായത് പിശാചിൻ്റെ ഒരു സഞ്ചാരപാത അതിലൂടെ റെഡിയാക്കി കൊടുക്കുകയാണ്. നമുക്ക് ബുദ്ധിമുട്ട് വേണ്ട, അവർ സഞ്ചരിക്കട്ടെ. പിന്നെ നമ്മൾ ചിലർ പറയാറുണ്ട് പുതിയ വീടുണ്ടാക്കി ഉസ്താദേ പ്രയാസമാണ്, പ്രതിസന്ധിയാണ്. നമ്മൾ ചോദിക്കും എപ്പോഴാണ് ഞങ്ങൾക്ക് പ്രതിസന്ധി തുടങ്ങിയത്, ഈ പ്രയാസം എപ്പോഴാണ് തുടങ്ങിയത്? ഞങ്ങൾ വീടുണ്ടാക്കി, ഞങ്ങൾ പുറത്തേക്കൊരു വേസ്റ്റ് കുഴി നിർമ്മിച്ച് അതിന് ശേഷമാണ് തങ്ങളെ ഇത്രയും പ്രയാസം ഉണ്ടായത്. അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തേക്കൊരു ബാത്റൂം എടുത്തു, അതിന് ശേഷമാണ് ഇത്രയും പ്രയാസം ഉണ്ടായത്. അല്ലെങ്കിൽ ഞങ്ങൾ അലക്കുകല്ല് പുറത്തേക്ക് എടുത്തു, അതിന് ശേഷമാണ് ഇത്രയും പ്രയാസം ഉണ്ടായത്. അല്ലെങ്കിൽ മതിൽ കെട്ടിപ്പടുത്തു, അതിന് ശേഷമാണ് പ്രയാസം ഉണ്ടായത്. അതെല്ലാം പിശാച് സഞ്ചരിക്കുന്ന ഒരു സഞ്ചാര കേന്ദ്രമാണ്. അവിടെ നമുക്ക് തടസ്സം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ആ തടസ്സം ഉണ്ടാകും. നമ്മളെയും പിശാച് തടസ്സത്തിലായിത്തും. അവനക്ക് തടസ്സം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലും പൈശാചികമായ പിശാചിൻ്റെ ഷെറുകൾ നമ്മളെ ജീവിതത്തിലും വന്നു ചേരും. ചിലരൊക്കെ എന്നെ വിളിക്കാറുണ്ട്, വീട് നോക്കാൻ വിളിക്കുന്ന സമയത്ത്, പോകുന്ന സമയത്ത് തങ്ങളെ ഒരു ഇത്രയും പ്രയാസമുണ്ട്. ഞങ്ങൾ മറ്റുള്ള ആളുകളെ കാണിച്ച സമയത്ത് അവർ പറഞ്ഞത് ഈ ബാത്റൂം ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റണം, അല്ലെങ്കിൽ ഈ സാധനം ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റണം. നമ്മൾ പോകുന്ന സമയത്ത് വാസ്തുശാസ്ത്രം നോക്കുന്ന സമയത്ത് ഇതിനൊരു ചെറിയൊരു ഒരു സൂത്രം, ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ പ്രയാസമില്ല, ആ പ്രയാസം അവിടെ നിന്ന് നീങ്ങും. അതിന് പൊളിച്ചു മാറ്റാനും ഒക്കെ പറഞ്ഞാൽ അതൊരുക്കൊരു പ്രയാസമാണ്.
നമ്മൾക്ക് പൊളിച്ച് മാറ്റുന്നതിനേക്കാളും അത് നിലനിർത്താനാണ് നോക്കേണ്ടത്. നിലനിർത്താൻ എന്തൊക്കെ മാർഗം കാണാം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനൊക്കെ പോകുന്ന സമയത്ത് ഞാനൊക്കെ ഏറ്റവും ശ്രദ്ധിക്കുന്ന കാര്യം അതാണ്. പൊളിച്ചു മാറ്റും പറയാൻ ഏറ്റവും സുഖമാണ്, എളുപ്പമാണ്. പക്ഷെ അത് നിലനിർത്താനാണ് നോക്കേണ്ടത്. എങ്ങനെ? ഇതിന് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ, ഇതിന് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇതിവിടെ നിലനിർത്താൻ കഴിയും. അല്ലാതെ പൊളിച്ചു മാറ്റാനല്ല ശ്രമിക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിശാചിൻ്റെ ഒരു സർക്കുലേഷൻ ആയത്, പിശാച് സഞ്ചരിക്കുന്ന സഞ്ചാരപാതകളിൽ നമ്മൾ എന്തെങ്കിലും തടസ്സങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിനും നമ്മളെ വീട്ടുകാർക്കും അതൊരു തടസ്സമാകും. പിശാചിൻ്റെ ഒരു ഉപദ്രവം നമ്മളെ വീട്ടിനും വീട്ടുകാർക്കും ഉണ്ടാകും. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ചിലരൊക്കെ ഞങ്ങളെ വീട്ടിൽ ഇത്രയും പ്രയാസങ്ങളുണ്ട് തങ്ങളെ എന്ന് പറഞ്ഞ് നമ്മളെ സമീപിക്കാറുണ്ട്. അവർ പറയൽ, തങ്ങളെ ഒരു ഫോട്ടോ അയച്ചു തരാം, അല്ലെങ്കിൽ വീഡിയോ അയച്ചു തരാം. ഈ വീഡിയോയും ഫോട്ടോയും കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, വാസ്തുശാസ്ത്രം മനസ്സിലാക്കാൻ കഴിയില്ല. അവിടെ വന്ന് വീട് നോക്കി എങ്ങനെയാണ് അതിൻ്റെ കെടുപ്പ് എങ്ങനെയാണ് കെടുക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ഇത്രയും പ്രയാസങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഒരു പ്രയാസമോ ഒരു പ്രതിസന്ധിയോ ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വീടെടുക്കുന്ന സമയത്ത് നല്ല ആലിമീങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് കുറ്റടിക്കുക, അതിൻ്റെ സ്ഥലത്തിൻ്റെ സ്ഥാനം നോക്കുക, നല്ല കിബില തിരിച്ച് നല്ല പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ, നല്ല സ്കെച്ചിങ് ഒക്കെ നല്ല രീതിയിൽ അതിൻ്റെ സർക്കുലേഷനും അതിൻ്റെ വായു സഞ്ചാരങ്ങളും അതെല്ലാം നോക്കി നല്ല രൂപത്തിൽ നമ്മൾ അതിൻ്റെ സ്കെച്ചൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ അറിയാത്ത ആളുകൾക്ക് ഇത് കൊടുക്കുമ്പോഴാണ്, അറിയാത്ത ആളുകൾ വന്ന് സ്ഥാനം നോക്കുമ്പോഴാണ് ഇത്രയും പ്രയാസങ്ങൾ നമ്മളെ വീട്ടിനും നമ്മളെ വീട്ടുകാർക്കും അനുഭവിക്കേണ്ടി വരിക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ധാരാളം ആളുകൾ ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്. തങ്ങളെ ദുആ ചെയ്യണം, തങ്ങളെ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഏത് മജ്ലിസിൽ പോയാലും തങ്ങളെ ദുആ ചെയ്യണം, പ്രയാസത്തിലാണ്, പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞ ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ, ചെറുതും വലുതുമായ എല്ലാ പ്രതിസന്ധികളും അല്ലാഹുവേ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ, ദൂരീകരിക്കണേ അല്ലാഹ്. എല്ലാ പ്രതിസന്ധികളും അല്ലാഹുവേ അവരിൽ നിന്ന് അല്ലാഹുവേ നീ ഒഴിവാക്കണേ തമ്പുരാനെ. പ്രതിസന്ധികൾ അല്ലാഹുവേ കൊടുക്കല തമ്പുരാനെ, അല്ലാഹുവേ പ്രയാസങ്ങൾ കൊടുക്കല തമ്പുരാനെ. ശൈത്താനിൻ്റെ ശിർനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും നമ്മളെ മക്കളെയും നമ്മളെ വീടുകളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിശാചിൻ്റെ ഉപദ്രവമില്ലാത്ത വീടാക്കി നമ്മളെ ഭവനങ്ങൾ അല്ലാഹു മാറ്റുമാറാകട്ടെ. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്. തങ്ങളെ വീഡിയോയുടെ അവസാനം ദുആ ഉണ്ടാകുന്ന പ്രതീക്ഷ നിൽക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, അവരെ കൊയക്കല്ല തമ്പുരാനെ, അവരെ ബുദ്ധിമുട്ടിലായിത്തല്ലേ അല്ലാഹ്, അവരെ പ്രയാസത്തിലായിത്തല്ലേ തമ്പുരാനെ. പലവരും അല്ലാഹുവേ ജോലി ചെയ്യുന്നവരാണ്. അള്ളാഹുവരുടെ ജോലിയിൽ അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്. ബിസിനസ്സുകാരുണ്ട് തമ്പുരാനെ, അള്ളാഹുരുടെ ബിസിനസ്സിൽ അള്ളാഹു അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ, അവരെ കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. പലവരും പ്രവാസികളാണ് തമ്പുരാനെ, പ്രവാസ ജീവിതം നീ ഹൈറിലാക്കണേ അള്ളാഹ്, ഹൈറിലാക്കണേ തമ്പുരാനെ. അവരുടെ ജോലികൾ അള്ളാഹു നീ ഹൈർ പ്രദാനം ചെയ്യണേ അള്ളാഹ്, ഹൈർ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അവരെ കൊയക്കല്ല അള്ളാഹ്, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിയെയും നീ കൊയക്കല്ല അള്ളാഹ്. ബുദ്ധിമുട്ടിലായിത്തല്ല തമ്പുരാനെ, ബുദ്ധിമുട്ടിലായിത്തല്ല തമ്പുരാനെ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്, ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ. നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാഹ്, ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങൾക്ക് രോഗങ്ങൾ നൽകല്ലേ തമ്പുരാനെ, ക്യാൻസർ നൽകല്ലേ തമ്പുരാനെ, ട്യൂമർ നൽകല്ലേ
നൽകല്ലേ അല്ലാ, അറ്റാക്ക് നൽകല്ലേ തമ്പുരാനെ. ഡിസ്കിന് തകരാറുള്ളവരുണ്ട് തമ്പുരാനെ, അല്ലാഹുവേ നീ സുഖപ്പെടുത്തി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഊരവേദനയുമായി പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് തമ്പുരാനെ. കാല് വേദനയായി പ്രയാസപ്പെടുന്ന ഇബാദത്തിന് പോലും ബുദ്ധിമുട്ടുന്നവർ ധാരാളം ആളുകളെ വിളിച്ച് ദുആ വസിയത്ത് ചെയ്തവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. നീയാണ്ട് ഷാഫിയ തമ്പുരാനെ, നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. തലവേദനയായി ധാരാളം വർഷം തലവേദനയായി പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ തലവേദന നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. മൈഗ്രീൻ പോലുള്ള തലവേദന അല്ലാഹുവേ നീയാണ് ഷാഫിയ തമ്പുരാനെ, നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ, നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. യൂറിക് ആസിഡ് വന്നുകൊണ്ട് കെണുപ്പുകളിൽ സഞ്ചാരമുള്ളവരുണ്ട് അല്ലാഹുവേ നീ ദൂരീകരിക്കണേ നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അറ്റാക്ക് നൽകല്ല തമ്പുരാനെ, ബ്ലഡ് ട്യൂമർ നൽകല്ല തമ്പുരാനെ, ക്യാൻസർ നൽകല്ല തമ്പുരാനെ. മാരകമായ രോഗങ്ങൾ അല്ലാഹു ഞങ്ങളെ ശരീരത്തിൽ നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ, അല്ലാഹു അതിൻ്റെ അണുക്കൾ ഞങ്ങളെ ശരീരത്തിലുണ്ടെങ്കിൽ അല്ലാഹുവേ ഈ സാഅത്ത് മുതൽ നീ കരിയിച്ച് കളയണേ നീ കരിയിച്ച് കളയണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ നീ കരിയിച്ച് കളയണേ തമ്പുരാനെ. അല്ലാഹുവേ പൈശാചികമായ ഉപദ്രവങ്ങൾ നൽകല്ല ധാരാളം ആളുകൾ ഒരു ദിവസം തന്നെ കുറേ കോളുകൾ ഉണ്ടാവും അല്ലാഹുവേ പൈശാചികമായ ഉപദ്രവങ്ങളിൽപ്പെട്ട് ധാരാളം വർഷം അല്ലാഹുവേ പ്രയാസപ്പെടുന്നവർ അല്ലാഹുവേ അവരുടെ പൈശാചികമായ ഉപദ്രവങ്ങൾ അല്ലാഹുവേ നീ കരിയിച്ച് കളയണേ നീ കരിയിച്ച് കളയണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് വന്ന് സുഖപ്പെട്ടവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ അർഹമുർ റഹീമീനായ അവർക്ക് ഇനി മുതൽ ഒരു ഒരു അസുഖങ്ങളോ ഒരു പ്രയാസങ്ങളോ ഒരു പൈശാചികമായ ഷർറുകളോ നീ കൊടുക്കല്ലേ കൊടുക്കല്ലേ തമ്പുരാനെ, നീ കൊടുക്കല്ലേ തമ്പുരാനെ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ, ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണവും അവിടുത്തെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഞങ്ങൾക്ക് ഏറ്റവും ഹുദവി നൽകണേ ഹുദവി നൽകണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.